നമ്മൾ മറക്കുകയാണ് പലതും. ഓർത്ത് വയ്ക്കേണ്ടതെല്ലാം മറന്നു പോവുകയാണ്. ഓർത്ത് വയ്ക്കേണ്ടതെല്ലാം മറന്നു പോകുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ. അത് സാങ്കേതിക വിദ്യ കൊണ്ട് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട്, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മളിൽ ഉണ്ടായിപ്പോയതാണ് ഈ കൃതജ്ഞതയില്ലായ്മ. ഈ കൃതജ്ഞതയില്ലായ്മ ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല. ഈ സംസ്കാരത്തിൻ്റെ, നമ്മളിന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഡിഫൈനിങ് ആയിട്ടുള്ള, ഏറ്റവും അതിനെ ബാധിക്കുന്ന, ഏറ്റവും ആശങ്കാകുലമായിട്ടുള്ള ഒരു കാര്യം ഈ കൃതജ്ഞതയില്ലായ്മയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ, ഈ വ്യക്തിബന്ധങ്ങളിൽ മാത്രമല്ല, ഇന്ന് ലോകം മുഴുവൻ സംസാരിക്കുന്ന പാരിസ്ഥിതികമായിട്ടുള്ള, പ്രത്യേകിച്ച് കുട്ടനാട് ജീവിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല, നിങ്ങളെന്നല്ല ലോകത്ത് ആരും മറക്കാൻ പാടില്ലാത്ത പരിസ്ഥിതിക്ക് ഏറ്റുകൊണ്ടിരിക്കുന്ന വലിയ ആഘാതത്തെപ്പറ്റി, കാലാവസ്ഥയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെപ്പറ്റി, അത് ലോക നേതാക്കന്മാരെല്ലാവരും കൂടെ എവിടെയെങ്കിലും ഇരുന്ന് കാപ്പ് കുടിച്ച് ചർച്ച ചെയ്ത് അടിച്ചു പിരിയാനുള്ള ഒരു വിഷയം മാത്രമാണ് എന്ന് വിചാരിക്കുന്നതിന് പകരം, ഇത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ പിന്നാലെ വരുന്ന സന്തതി പരമ്പരകളുടെയും ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുമാറ് ഇവിടെ പാരിസ്ഥിതികമായ വിഷയങ്ങൾ മോശമായിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കണം. എങ്ങനെയാണ് ഈ മനോഹരമായ ഭൂമി, പണ്ട് നമ്മുടെ ഒരു കവി പറഞ്ഞില്ലേ, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്ന്. അദ്ദേഹം ഒരു 100 വർഷത്തിന് ശേഷം ജീവിച്ച് മരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം എഴുതുക വേറെ തിരിച്ചായിരിക്കും. ഈ ഗതികെട്ട ഭൂമിയിൽ ഇനിയൊരു ജന്മം തരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന തരത്തിൽ നമ്മുടെ ഭൂമി മോശമാകുന്നുണ്ടോ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പക്ഷേ അദ്ദേഹം 1975 വയലാർ രാമവർമ്മ മരിച്ചതുകൊണ്ട് അദ്ദേഹം എഴുതി, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. നമുക്ക് SMS അയക്കാൻ പറ്റുമെങ്കിൽ അയക്കണം. പ്ലീസ് വെയിറ്റ്, തിങ്സ് ആർ ഗെറ്റിംഗ് വേഴ്സ്, ഡു നോട്ട് കം എന്ന് ഒരു SMS അയക്കേണ്ട സമയമാണ്. വീണ്ടും ഒരു ജന്മം എടുത്തൊന്നും വരരുത്, ഇവിടെ ആകെ കുഴപ്പത്തിൽ കിടക്കുകയാണ് എന്നാണ് പറയേണ്ടത്. ദൈവമെങ്ങാനും ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം അനുവദിച്ചു കൊടുത്താലോ ഈ മനോഹര ജന്മം കൂടിയൻ വേണമെന്നല്ലേ പറയുന്നത്. അപ്പൊക്കോ വരരുത്, സമയമായിട്ടില്ല, ഇവിടെ വളരെ മോശമാണ് കാര്യങ്ങൾ. എങ്ങനെയാണ് ഈ മനോഹരമായ ഭൂമി, എങ്ങനെയാണ് ഈ മനോഹരമായ ഭൂമി ഇത്രമാത്രം മോശപ്പെട്ട ഒരു ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ അക്കാഡമിക്സ് എല്ലാം കൂടി ബൗദ്ധികമായി ചിന്തിക്കുന്നവരെല്ലാം രാഷ്ട്രീയ നേതൃത്വത്തെ കുറ്റപ്പെടുത്തും. രാഷ്ട്രീയ നേതൃത്വം അതിന് മറ്റു ചില ന്യായീകരണങ്ങൾ പറയും. സാധാരണക്കാരൻ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ എന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരി നമുക്ക് ജീവിക്കാൻ വേണ്ടി പ്രകൃതി അണിയിച്ചൊരുക്കി അലങ്കരിച്ചു തന്ന ഈ ഉത്തമമായിട്ടുള്ള വാസഗൃഹം, രണ്ടർത്ഥത്തിലും, വീട് എന്നുള്ള അർത്ഥത്തിലും ഗ്രഹം എന്നുള്ള അർത്ഥത്തിലും, ഈ വാസഗൃഹത്തെ ഇനി ആരും ഇവിടെ താമസിക്കരുത് എന്നുള്ള മട്ടിൽ നമ്മൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഭൂമി നമുക്ക് വേണ്ടി കരുതി വെച്ച പ്രകൃതിയുണ്ട്. അതിന് ദൈവമെന്ന് നിങ്ങൾ വിളിക്കാതിരിക്കുകയോ ചെയ്യുക. പക്ഷേ ഈ സൗരയൂഥത്തിൽ 9 ഗ്രഹങ്ങളടങ്ങുന്ന ഈ സൗരയൂഥത്തിൽ മൂന്നാമനായി നിൽക്കുന്ന ഈ ഭൂമി, അല്ലെങ്കിൽ മൂന്നാമത്തവളായി നിൽക്കുന്ന ഈ ഭൂമി, ഇനിയും നമ്മൾ പുരുഷനെന്ന് പ്രയോഗിക്കാൻ പാടില്ലല്ലോ, ഭൂമി എപ്പോഴും മാതാവാണ്. അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് പ്രകൃതിയെ പറ്റിയാണ്, ഈ ഭൂമിയെ പറ്റിയാണ്. ഈ ഭൂമി നമുക്ക് ഏറ്റവും ഭംഗിയായി ജീവിക്കാൻ വേണ്ടതെല്ലാം പ്രദാനം ചെയ്തുകൊണ്ട് അടുക്കി ഒരുക്കി വച്ച ഒരു ഭൂമിയെ 100 വ്യാവസായിക വിപ്ലവം തൊട്ട് ആരംഭിച്ച കാലഘട്ടം മുതൽ ഭൂമിയെ നമ്മൾ തോന്നിവാസം പോലെ അതിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഉള്ള വിഭവങ്ങളെല്ലാം നമ്മൾ കവർന്നെടുത്തു. എന്നിട്ട് നമ്മൾ ആവോളം സന്തോഷിച്ചു. എന്നിട്ട് ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ കടലിലും കായലിലും പുഴയിലും എല്ലാം കൊണ്ടിട്ടു. ഇതൊക്കെ കഴിച്ചിട്ട് മറ്റ് പക്ഷികളും മൃഗങ്ങളൊക്കെ ചത്തുപോകണമെങ്കിൽ ചത്തുപോട്ടെ, അതിനെനിക്കെന്താണ്, ഞാൻ സുഖിച്ചല്ലോ എന്ന് വിചാരിക്കുന്ന കൃതജ്ഞതയില്ലായ്മയാണ് മറ്റുള്ള സഹജീവികളെക്കുറിച്ച്. അത് മനുഷ്യൻ മാത്രമല്ല, പക്ഷിക്കും മൃഗത്തിനും പാമ്പിനും സകലതിനും ജീവിക്കാൻ ഇടമുള്ള ഈ ഭൂമിയിൽ നിന്നെ എല്ലാം കൊന്നൊടുക്കിക്കൊണ്ട് ഞാൻ ജീവിക്കുമെന്ന് പറയുന്ന ഭസ്മാസുരനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക മനുഷ്യൻ. അതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനും അതുപോലെ തന്നെ ഈ പാരിസ്ഥിതികമായിട്ടുള്ള എല്ലാ ദുരന്തത്തിൻ്റെയും അടിസ്ഥാന കാരണം മനുഷ്യൻ്റെ ദുരയാണ് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ചോദിക്കും, നമുക്ക് വ്യവസായങ്ങൾ വേണ്ടേ? വ്യവസായമായ മാലിന്യമുണ്ടാവും, നമുക്ക് ഭൂമിയിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടി വരും, നമുക്ക് സുഖമായിട്ട് ജീവിക്കണം, ഇതൊക്കെ വേണം. മോഡസ്റ്റി ഈസ് വിർച്യു എന്നൊക്കെ പണ്ട് നിങ്ങളെ കോമ്പോസിഷൻ എഴുതിച്ചിട്ടില്ല. ഇതാണ് അതിൻ്റെ സന്ദർഭം. മോഡസ്റ്റി ഈസ് വിർച്യു. നിങ്ങൾക്ക് ജീവിക്കാനുള്ളതെല്ലാം ഇവിടെ ഉണ്ട്. മഹാത്മാഗാന്ധിയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും മേശയിൽ എഴുതി വെക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.
In nature there is everything to meet your need, but not to meet your greed, not to satisfy your greed. നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളതെല്ലാം ഈ പ്രകൃതിയിലുണ്ട്, എന്നാൽ നിന്റെ ദുരയ്ക്ക് വേണ്ടതൊന്നും ഈ പ്രകൃതിയിലില്ല.